ഇറ്റ്സ് എ ക്രൈം. ആരോടാ? ആ കുട്ടികളോട്. സ്ഥിരം എടുക്കുന്ന ടോപ്പിക് ആണെങ്കിലും ശരി, ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടേ പോയി ക്ലാസ് എടുക്കാവൂ. അത് എങ്ങനെ വേണം, അതിനകത്ത് വല്ല ഗെയിംസ് വേണോ, ആക്ടിവിറ്റീസ് വേണോ, കഴിഞ്ഞ തവണ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് പങ്കുവെച്ചായിരുന്നോ, അതുകൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്താൽ കുറച്ചുകൂടെ രസകരമായിട്ട് എടുക്കാവോ എന്ന് പ്ലാൻ ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. പ്രിപ്പയർ ചെയ്യാതെ ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ പോയി ക്ലാസ് എടുക്കുന്നത് ഇറ്റ്സ് എ ക്രൈം. ആരോടാ? ആ കുട്ടികളോട്. ഇവരുടെ ഭാവി ശോഭനമായെങ്കിൽ മാത്രമേ നമുക്ക് ഭാവി ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ശമ്പളം മേടിക്കുന്ന ടീച്ചേഴ്സും നാളെ പെൻഷൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഈ നാടിനെ നയിക്കണം. നമ്മൾ എഞ്ചിനീയർമാരും എഞ്ചിനുമാണെങ്കിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ വലിയ കുഴപ്പമില്ല, എഞ്ചിൻ മാറ്റി വെക്കാം, കേടുപാട് മാറ്റാൻ പറ്റും. മുമ്പിലിരിക്കുന്ന മനുഷ്യനാണ്. ഒരു മിസ്റ്റേക്ക് വന്നാൽ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തില്ല എങ്കിൽ അതിനുണ്ടാകുന്ന ഡാമേജ്, ഒരു കൊച്ചിനുണ്ടാകുന്ന ഡാമേജ് ആ കുട്ടിയെ മാത്രമല്ല ബാധിക്കുന്നത്, അതിൻ്റെ ഫാമിലിയെ ബാധിക്കും, ആ സമൂഹത്തെ ബാധിക്കും. മുമ്പിൽ ഒരു കൊച്ചിനെ നോക്കുമ്പോൾ ടീച്ചറെ അതിൻ്റെ പുറകിലായിട്ട് ഒരു 50 പേരെയും കൂടെ നമുക്ക് കാണാൻ പറ്റണം. അതിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ആ കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു സമൂഹവും. ആ കുട്ടിയെ നന്നാക്കാൻ ദൈവികമായി കിട്ടിയിരിക്കുന്ന പ്രൊഫഷനാണ് ടീച്ചിങ്. ഞാൻ സ്ഥിരം ചെയ്യുന്ന ടോപ്പിക് ആണെങ്കിൽ പോലും ശരി, ഒരു 2 മണിക്കൂർ ഇരിക്കും അതിൻ്റെ അകത്ത്. എന്തൊക്കെ ഒരു പുതിയ സാധനം ആഡ് ഓൺ ചെയ്യാൻ നോക്കും. ഞാൻ ടീച്ചേഴ്സ് ഇപ്പോൾ റെഗുലറായിട്ട് ടീച്ചേഴ്സിന് ചെയ്യുന്നത്. ഇവിടെ തന്ന ടോപ്പിക് ഓൾമോസ്റ്റ് സെയിമാണ്. എന്നിട്ടും ഇന്നലെ ഞാൻ ഒരു 6 മണിക്കൂർ പ്രിപ്പറേഷൻ വേണ്ടിയിട്ട്. കാരണം അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാക്കിയിട്ട് ഇത്രയും പേരുണ്ട്, 4 സ്കൂളിൽ നിന്നുള്ള ടീച്ചർമാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്തു? ഒരു ഓപ്പൺ ഓഡിറ്റോറിയ ഞാൻ ഫോട്ടോ മേടിച്ചു സിസ്റ്ററിൽ നിന്ന്. ഈ ഓഡിറ്റോറിയം എങ്ങനെയാണ്? അപ്പോൾ ക്ലാസ് നേരത്തെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗെയിംസ് എങ്ങനെ വെക്കണം, ആദ്യത്തെ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചുകൊണ്ടുവരാൻ എന്ത് കാര്യങ്ങൾ ചെയ്യണം, സ്കോറിങ് എങ്ങനെ വേണം, എങ്ങനെ ഇരുത്തിയാൽ ഇത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് അത് രസകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. സോ ടീച്ചറായിട്ട് നമ്മൾ വേഷം അണിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ റോള് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ ഭാവിയിൽ.